സിറാക്ക അസ്സലാമലൈക്കും. അപ്പോഴേ വളരെ തിരക്ക് പിടിച്ച ഈ സമയം നമ്മൾ മാറ്റിവെച്ച് ഇങ്ങനൊരു അക്കാഡമിയിൽ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച് ഈ തീരുമാനം ഫസ്റ്റ് ഓഫ് ഓൾ ആ ഇൻറ്റൻഷൻ ഏറ്റവും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും. പിന്നെ വിശേഷങ്ങൾ പറയും. അൽഹംദുലില്ലാ റാഹത്താണ്, ഉഷാറായിട്ട് പോണ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ തിരക്കുകളും കാര്യങ്ങളും ശിവഭായനെ പോലെ തന്നെ എന്താ പറയുക, രാവിലെ നമ്മുടെയൊക്കെ ജീവിതം കംപ്ലീറ്റ് കണക്കുകൾ വെച്ചിട്ടാണല്ലോ, സമയവും ഇതൊക്കെ വെച്ചിട്ടാണ്. എല്ലാം നമ്പർ ഡ്രിവൺ ആണ്. പ്രത്യേകിച്ച് ബാങ്കറാണ് നമ്മൾ ടൈം സ്പ്ലിറ്റ് ചെയ്ത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള റണ്ണിങ് ആണല്ലോ. അതിനിടയ്ക്ക് ഇതുപോലുള്ള ഇത്തരം കൂടിച്ചേരൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് ബൂട്ട് ക്യാമ്പിൽ ഞാൻ പ്രവാസികളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും പ്രവാസികളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് അഡ്രസ്സ് ചെയ്തൊരു വിഷയം, ഒന്ന് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും, രണ്ട് ഹെൽത്തുമാണ്. എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും ഈ കൺസേൺ ഞാൻ അവിടെ പറഞ്ഞത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇത്തരം ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളൊരു എക്സ്പേർട്ടായിട്ടായിരിക്കും കാണുക. ഞാൻ സെയിൽസ് ലീഡർഷിപ്പ് ലെവലിലുള്ള അല്ലെങ്കിൽ സെയിൽസ് ലീഡർഷിപ്പ് മേഖലയിലാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടും. എന്നാൽ മാത്രമേ അവരുടെ സെയിൽസ്മാൻഷിപ്പും ലീഡർഷിപ്പും ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ അവരുടെ ഡ്രീം സെറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, ഡ്രീം ബിൽഡിങ്ങും ഗോൾ സെറ്റിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ പലരും സ്റ്റക്കായി പോകുന്നത് ഈ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലും ഹെൽത്ത് മാറ്റേഴ്സിലുമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ശ്രദ്ധിച്ചിരുന്നു. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, പ്രവാസികൾ തലയണയുടെ അടിയിൽ പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഒരുപാട് പ്രിസ്ക്രിപ്ഷൻ കൂട്ടി വെച്ച് മടങ്ങിപ്പോകുന്ന ഒരു പ്രവാസികളെയാണ് കൂടുതൽ കണ്ടേക്കണേ എന്നുള്ളൊരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടച്ചിങ് ആയിരുന്നു അത്, ആ വീഡിയോ. എന്ന് വെച്ചാൽ അതിൽ യാഥാർത്ഥ്യമുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ പ്രവാസികൾ എന്നുള്ള രീതിയിൽ, പ്രവാസി എന്ന രീതിയിൽ നമ്മൾ കുറേ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തൊരു അവയർനെസ് നമുക്ക് എങ്ങനെ ഒരു സാധാരണ ലെവലിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഹെൽത്ത് എക്സ്പേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇനീഷ്യലി നമ്മൾക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ കൂട്ടി വെച്ച് തലയണടിയിൽ വെക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവരൊരു കരുതലാണ്, മറ്റുള്ളവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി കരുതി ചെയ്യുന്നതാണ്. അത് അത്ര പൈസ ചിലവാകുമല്ലോ, ചിലവായി കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലേക്കുള്ള അയക്കലിൻ്റെ എമൗണ്ട് കുറയുമല്ലോ. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫിൽസ് കൂടുന്നു, ഒരു ഫിൽസ് കുറയുന്നു, നാളെ ഒന്ന് കൂടാണെങ്കിൽ ₹1 കൂടുതലയക്കാമല്ലോ എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടവും സമയമൊക്കെയാണല്ലോ. നമ്മളെല്ലാവരും വന്നേക്കുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നാട്ടിൽ നിൽക്കുന്നവർക്ക് സപ്പോർട്ടായിട്ടാണ് നമ്മൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കും ഉണ്ട്, അൽഹംദുലില്ലാ നമ്മളും നല്ല രീതിയിൽ നമുക്കും പോകുന്നു. എന്തെടുത്താലും ഇപ്പം സാധനം മേടിക്കാതിരുന്നാലും ഇപ്പോഴും 22 വെച്ചിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉള്ളത്. ശമ്പളം കൊടുക്കുന്നവരും അങ്ങനെ ഉണ്ട് കേട്ടോ. പല ഓൺടർപ്രണേഴ്സിനെ നമുക്കറിയാം. ശമ്പളം കൊടുക്കും, 22 ഇൻറ്റു ആണല്ലോ നാട്ടിൽ കിട്ടുന്നത്, അത്രയും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട്. അത് ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടതായിരുന്നു. ഒരാൾ പറയുകയാണ്, ഒരു സ്ഥാപനത്തിലെ അയാളുടെ ടീമിലുള്ളവരോട് പറയാം, നിങ്ങൾക്ക് ഇപ്പം സാലറി ഹൈക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. 1000 ദിർഹംസിന്റെ 22 20,000 അല്ലെങ്കിൽ നിങ്ങൾ വന്ന സമയത്ത് ഇത് 10,000. അപ്പൊ ഇത്രയും കൂടി കിട്ടി. ഈ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ സാലറി ഹൈക്ക് ആയിട്ട് പോലും എക്സ്പെൻസ് കൂടുവാണ്. കാരണം ഞാൻ ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ബന്ധപ്പെട്ട് വന്നോളൂ. ഇപ്പം നമ്മൾ 22 അല്ലെങ്കിൽ 23 എന്ന് നമ്മൾ ഇവിടെ അയക്കുമ്പോൾ സന്തോഷിക്കുന്നെങ്കിലും നമ്മുടെ നാട്ടിലും അത്രയും അതിന് എക്സ്പെൻസ് അത്രയുണ്ട്, അതൊരു ഡിഫറൻസ് ഉണ്ടാക്കുന്നില്ല. ആക്ച്വലി നമുക്ക് അയക്കുമ്പോഴത്തേക്ക് നമ്പേഴ്സിൽ കൂടുതൽ കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, ഈ പറയുന്ന കാൽക്കുലേഷൻസ് പലപ്പോഴും എനിക്ക് തോന്നുന്നു പല പ്രവാസികളുടെയും ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാൽക്കുലേഷൻ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായാൽ, എവിടെയെങ്കിലും ഒന്ന് വീഴ്ച വന്നാൽ, ആ വീഴ്ച വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസിക്ക് അത് വരാനായിട്ട് വലിയ പാടൊന്നുമില്ല. അമ്പലത്തിലൊരു ഉത്സവം വന്നാൽ തന്നെ ആ കാൽക്കുലേഷൻ തെറ്റും. പള്ളി കമ്മിറ്റിക്കാർ വന്നാൽ തെറ്റും. ഒരു നൂലുകെട്ട്, ചോറൂണ്, ഏതാ നാട്ടിലുള്ള, ഇപ്പോൾ തിലകൻ മുമ്പ് പറഞ്ഞ പോലെ എന്താണ് ആഘോഷം ഏതായാലും കലണ്ടർ മറ്റേ മനോരമ തന്നെ എന്ന് പറഞ്ഞ പോലെ എന്ത് വിഷയം വന്നാലും അടി പ്രവാസിക്കാം. തീർച്ചയായിട്ടും
അല്ല അതിനകത്ത് ആഘോഷങ്ങളല്ല, ഇതുപോലുള്ള അപകടങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അല്ല, പ്രവാസികൾ എന്തിനും മുന്നിലാണ് അവര്. എന്തും ചിന്തിക്കാനും അതുപോലെ തന്നെ മനുഷ്യത്വപരമായി ഇടപെടാനും എന്തൊരു റീസൺ വന്നാലും പ്രവാസികൾ അതെപ്പോഴും അവരുടെ എപ്പോഴും കൂടെ നിന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആണാണ് അവരുടെ സ്വന്തം കാര്യം വെച്ച് ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. ആണ്. അവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. ഞാൻ അതിലൂടെ വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കേൾക്കുന്ന ഒരുപാട് ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. തീർച്ചയായിട്ടും അവർ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികളായിട്ട് യു എയിൽ മാത്രമല്ല ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്, പല രാജ്യത്തും പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പല രാജ്യത്തോട്ടും പല സംസ്ഥാനത്തോട്ടും ഈ ജോലി തേടി പോകുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ, IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ആ കുട്ടികൾ നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ പ്രവാസി മേടിക്കുന്നേക്കാൾ 10 ഇരട്ടിയോ അല്ലെ 5 ഇരട്ടിയോ ഒക്കെ ശമ്പളം മേടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവൻ മാസത്തിൽ 2 പ്രാവശ്യം നാട്ടിൽ വരുന്നുണ്ടാവും വെക്കേഷന്. അവൻ്റെ അടുത്ത് ആരും പിസ്ത ചോദിക്കൂല, ബദാം ചോദിക്കൂല, ബ്രൂട്ടിന്റെ സ്പ്രേ ഇല്ല എന്ന് പറഞ്ഞാൽ അടി കൂടൂല. പക്ഷെ ഇത് പാവം പിടിച്ച ഈ പ്രവാസി 2 വർഷത്തിൽ ഒരിക്കൽ ഒരു 28 ദിവസത്തേക്ക് പോകാൻ നിന്നാൽ ഈ അടിയൊക്കെ ഉണ്ടാവും. ചെന്നന്ന് മുതൽ പ്രവാസിയുടെ മീറ്റർ ചാലുവാണ്. അതെ അതെ അതെ. എന്തിനും ഏതിനും ഒരു ATM ആണ് പ്രവാസികൾ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഇതും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയാൻ കാരണം. നമ്മൾ കേൾക്കുന്ന പുതിയ ജനറേഷനിൽ ഒരു വലിയ കുട്ടി, പുതിയ ജനറേഷൻ പഴയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യല്ല. ഇപ്പോഴത്തെ യങ് ആയിട്ടുള്ള കുട്ടികൾ നാട്ടിൽ ഈ 2 വർഷം ഇവിടെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ ചിലപ്പോൾ സ്പ്രേ ഒന്നും അടിച്ച് നടക്കില്ല. പക്ഷെ നാട്ടിൽ സ്പ്രേ അടിക്കാതെ നടക്കാൻ പറ്റില്ലല്ലോ. ഗൾഫിന്റെ ഒരു മണമൊക്കെ വേണം. തീർച്ചയായിട്ടും മണം മാത്രം പോരാ, ഗൾഫിന്റെ പല ഗുണങ്ങളും വേണം. വണ്ടി വേണം. അപ്പോൾ അവന് വണ്ടി കാണില്ല, റെന്റിനെടുക്കും. റെന്റിനെടുത്താൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല, ടൂറിന് പോകണം. അപ്പോൾ ടൂറിന് പോകും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കൊണ്ടുവന്ന പൈസയും പിന്നെ നാട്ടിൽ നിന്ന് കടവും എടുത്തിട്ട് ടൂറിന് പോകും. അല്ല, കാറാകുമ്പോൾ 4 കൂട്ടുകാരെയും വേണം. അപ്പോൾ അവരുടെ ചെലവ്. അപ്പം ഒരു മാസം കൊണ്ട് ഈ ബേസിക്കലി ആൾ ഇവിടുന്ന് സേവ് ചെയ്ത കുറച്ച് പൈസയും പിന്നെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കടവുമായിട്ട് ടൂറിനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഈ ടൂറിന് പോയ കടം വീട്ടാൻ വേണ്ടിയാണ് പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു 7-8 മാസം. ആ ടൂറിന്റെ കടം തീർക്കണം. അപ്പം അത്രയ്ക്കും ഫൈനാൻഷ്യലി ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് ഞാൻ തുറന്നു പറയും. ചിലർക്കെങ്കിലും അത് വേദനിക്കുമെങ്കിൽ ഐ ആം വെരി സോറി, ഐ ഹാവ് ടു ബി ബ്ലണ്ട്. കാരണം പണ്ടത്തെ മാർക്കറ്റ് പ്ലേസ് അല്ല ഇനി വരാൻ പോകുന്നത്. മാർക്കറ്റൊക്കെ മാറുകയാണ്. ഇനിയെങ്കിലും നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈനാൻഷ്യലി എനിക്ക് തോന്നുന്നു പ്രവാസി ഇനി മുമ്പോട്ട് പോകുമ്പോൾ സന്ദർഭവും സാഹചര്യവും എല്ലാം മാറി. അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ നേരത്തെ റിയാസ് ഭായി പറഞ്ഞ ഹെൽത്തിൻ്റെ ഇഷ്യൂ തന്നെ, നമുക്ക് ചെറിയ ഇഷ്യൂ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുള്ളതാണ്. അതല്ലാതെ നമ്മളത് വെച്ച് പെരുപ്പിച്ചുകൊണ്ട് അതിനൊരു വേറെ ലെവലിലേക്ക് മാറ്റുന്നതിലുപരി നമ്മൾ എന്താണ് കാണേണ്ടത്? ആദ്യമായിട്ട് കാണുന്ന ഒരു ഇനീഷ്യൽ പ്രൈമറി ഫിസിഷ്യനെ കാണാൻ വേണ്ടി അവർ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് കാണിക്കാതെ നമ്മളിത് സാധാരണ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു മരുന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്യാതെ ഒരു പ്രൈമറി ഫിസിഷ്യനെ കാണുക. ഏത് ഡോക്ടറെ കണ്ടാലും അവർ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനും അവർക്ക് കൊടുക്കും. അതിലൂടെ ഒരു 90% ഇഷ്യൂസ് അവർക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ അറ്റംപ്റ്റ് എടുക്കാറില്ല. അല്ല, പ്രധാന കാരണം എന്താ അറിയോ? പൈസേനെ പേടിച്ചിട്ടാണ്. അത്ര വലിയൊരു എക്സ്പെൻസീവായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് അവരെ സംബന്ധിച്ചുള്ള ഒരു ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും ഒരു കമ്പനി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും ഒരു ബേസിക് പോളിസി എടുത്താൽ മതി. ബേസിക് പോളിസി ഒരു DHA പോളിസി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കവേർഡാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവർ തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിലുപരി ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നമ്മൾ ഇൻഷുവേർഡ് ആയില്ലേ, ബാക്കിയുള്ള ഒരു വർഷത്തേക്ക് നമ്മൾ സേഫാണ്. നമുക്ക് എന്ത് എമർജൻസി വന്നാലും വി ഹാവ് എ സെക്യൂരിറ്റി കാർഡ് വിത്ത് അസ് ആക്ച്വലി, അല്ലേ? ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഈ ഫൈനാൻഷ്യൽ ട്രെയിനിങ് സബ്ജക്ട്സിലൊക്കെ പറയാറുള്ളത്, പീപ്പിൾ ഹു ആർ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആർ നോട്ട് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ വെൻ യു സേവ് മണി, നോട്ട് ഈവൻ ഏൺ മണി, but when you actually learn how to invest money. പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയി. തീർച്ചയായിട്ടും പൈസ ഏൺ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആകില്ലല്ലോ. അതാണ് റിച്ചും വെൽത്തും തമ്മിലുള്ള ഡിഫറൻസ്. അതെ, വെൽത്ത് ആണല്ലോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. റിച്ച് ഒരു പക്ഷേ ഒരു വെൽത്തി ആയിട്ടുള്ള ആളിന്റെ അത്രയും
കപ്പാസിറ്റി അല്ലെങ്കിൽ അത്രയും നാളും അത് സർവൈവ് ചെയ്യാനുള്ള റിച്ച് ആയ ആളിനെ കൊണ്ട് പറ്റുന്നത് പറ്റില്ല. രണ്ട് പക്ഷെ എനിക്ക് അതിൽ ഞാൻ കാണുന്ന ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫൈനാൻഷ്യൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം തമാശയ്ക്ക് പറഞ്ഞതാണ്, മലയാളികൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഏറ്റവും വലിയൊരു അസറ്റ് ഉണ്ട്, അത് തലയണയാണ്, പില്ലോ. നമ്മൾ ഏറ്റവും കുറഞ്ഞ പില്ലോ ഡേ ടു ഡേയിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഡിസ്കൗണ്ട് ഷോപ്പിലൊക്കെ പോയി 10 രൂപയുടെ അല്ല 5 രൂപയുടെ ഒക്കെ ഒരു പില്ലോ മേടിക്കും. എന്നിട്ട് അതിലാണ് കിടന്നുറങ്ങുന്നത്. ഏറ്റവും കുറഞ്ഞ ബെഡായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഞാനൊരു സാധാരണ ഒരു പ്രവാസിയുടെ കാര്യം പറയാം, മിഡിൽ ക്ലാസ്സുകാരൻ്റെ, ഞാൻ ലേബർ ക്യാമ്പിലുള്ള പ്രവാസിയുടെ കാര്യം അല്ല പറയുന്നത്. മിഡിൽ ക്ലാസ്സുകാരൻ, ഒരു എക്സിക്യൂട്ടീവ്, ഈവൻ കുറച്ചുകൂടെയൊക്കെ ഒരു എലീറ്റ് ക്ലാസ്സിലുള്ള ആൾ പോലും പില്ലോയിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അത് 5 വർഷം ഓടുകയും ചെയ്യും. അത് ഇട്ട് തന്നെ ഓട്ടിക്കും. ഈ 10 ദിർഹംസ് വെച്ചിട്ടായിരിക്കും ഓട്ടിക്കുന്നത്. ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് എഴുന്നേക്കാൻ സാധിക്കുക? നന്നായിട്ട് എഴുന്നേക്കാൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് ആ ദിവസം മാനേജ് ചെയ്യാൻ പറ്റുക? അപ്പം നന്നായിട്ടൊരു ദിവസം മാനേജ് ചെയ്യണമെങ്കിൽ, സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ ഒരു 30-40 ഒരു 100 ദിർഹംസോ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നല്ല പില്ലോ മേടിച്ചാൽ, മെഡിക്കേറ്റഡ് പില്ലോ മേടിച്ചാൽ, ഐ എം ടെല്ലിങ് യു, കഴുത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ എൻ്റെ മാറി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായി പറയുന്നത്. ഈ കഴുത്തുമായിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. വൺസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണ്. ആബ്സല്യൂട്ട്ലി. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എൻഹാൻസ് ചെയ്യണം. അപ്പൊ അതിന് പറ്റിയ ഒരു പില്ലോ മേടിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ 100 ദിർഹംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കറിയാം കമന്റ് ബോക്സിൽ ഇപ്പോൾ ഒരുപാട് ബഹളം നടക്കും. നിനക്കത് അവിടെ നിന്ന് പറയാം, ഇവിടെ 100 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചയിലെ ചിലവാണ്. 100 dirhams is investing for about 3 to 4 years. ഇത് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഒരു പില്ലോ ഉണ്ടെങ്കിൽ നേരത്തെ ശിവഭായി പറഞ്ഞ പോലെ 3, 4, 5 വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ 100 dirhams is invested for 5 years. ടെർമിനോളജി തന്നെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആണ്, സ്പെൻഡ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ഇത് പില്ലോ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു കാര്യമാണ്. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന്റെ ഒരു തുടക്കം, നമ്മളെ സെൽഫ് ലവിന്റെ ഒരു തുടക്കമാണ്. തീർച്ചയായിട്ടും സെൽഫ് റെസ്പെക്റ്റിന്റെ ഒരു തുടക്കമാണ്. ഒരു നല്ല പില്ലോ മേടിക്കുക, നല്ലൊരു ബെഡ് മേടിക്കുക. എന്നിട്ട് ഞാനെപ്പോഴും പറയട്ടെ, ഇഷ്ടമുള്ള നമ്മൾ കൊതിക്കുന്ന എന്തെങ്കിലും ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു കുപ്പായം, ഇതൊന്നും നമ്മൾ മേടിക്കുകയില്ല, മാറ്റി വെക്കുകയാണ്, തള്ളി വെച്ച്. അപ്പം നമ്മൾ വിചാരിക്കും, എന്താണ്, സാക്രിഫൈസ് അല്ലേ. പ്രവാസി എന്ന് പറഞ്ഞാൽ ഈ മെഴുകുതിരിയാണ്, അണയാത്ത തീയാണ്, വെളിച്ചമാണെന്നൊക്കെ കേൾക്കാനൊക്കെ സുഖമുണ്ട്. ഇതൊക്കെയാണ് വെളിച്ചവും പ്രകാശവും ഒക്കെയാണ്. പക്ഷേ ഇത് കത്താൻ ഫ്യൂല് വേണ്ടേ? തീർച്ചയായിട്ടും. ഉള്ളിൽ ആ ഫ്യൂല് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു ലോങ് റണ്ണിൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് ലീഡ് ചെയ്യാൻ സാധിക്കുക? സക്സസ്ഫുള്ള് മാത്രമല്ല റിയാസ് ഭായി, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒരു തെറ്റായ ധാരണ ഫിറ്റ്നസ് ആണ് ഹെൽത്ത് എന്നല്ല, വെൽനെസ് ആണ് ആദ്യം വേണ്ടത്. അതിന് ശേഷമാണ് നമുക്ക് ഫിറ്റ്നസിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജിമ്മിൽ പോയി കുറേ മസിൽ പെരുപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾക്ക് വെൽനെസ്, നമ്മളുടെ ഉള്ളിലുള്ള രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് കറക്റ്റായിട്ടുള്ള മെഡിക്കേഷനും ട്രീറ്റ്മെൻറ്റും കൊടുക്കാതെ നമ്മളൊരു 400-500 ദിർഹംസ് കൊടുത്തിട്ട് ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് നമ്മൾ മസിൽ പെരുപ്പിച്ചാൽ ഒരു കാര്യമില്ല. നമുക്കതിൽ എത്രയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ ജിമ്മായിട്ട് നടക്കുന്ന ആൾ, ഫുട്ബോൾ കളിക്കുന്ന ആൾ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നു, ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. മിസ്റ്റർ ചെന്നൈ ഒരു 1.5 വർഷം മുമ്പ് ജിമ്മിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഹി ഫോൾ ഡൗൺ ആൻഡ് ഡൈഡ് ഔട്ട് ഓഫ് കാർഡിയാക് അറസ്റ്റ്. ഹി വാസ് മിസ്റ്റർ ചെന്നൈ. ഹി ഈസ് കമ്മിങ് ഫ്രം ജിം. ഭാരതല്ല വരുന്നത്. ജിമ്മിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വീണ്ടും മരിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് അല്ല. സിറാജ് സാഹിബ്, യു റൈറ്റ്ലി സെഡ്, അത് വെൽനെസ് ആണ്. ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പല ഹോസ്പിറ്റലിലും നമുക്ക് വെൽനെസ് സെന്റേഴ്സ് ഉണ്ട്, അവിടെ ആള് കയറില്ല. ഇൽനെസ് സെന്റർ ആകുമ്പോഴേ ആള് വരുള്ളൂ. തീർച്ചയായിട്ടും അതാണ് കാണുന്നത് നമ്മളിപ്പോ. അല്ലെ, ഇപ്പം ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, അതെ, ഫാർമസിയിൽ ചെന്നാൽ നമുക്ക് ആവശ്യത്തിലധികം ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, വൈറ്റമിൻസ്, ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എനിക്കറിയാം ഫാർമസിസ്റ്റുകളൊക്കെ അത് റെക്കമെൻഡും ചെയ്യും, പക്ഷെ മേടിക്കില്ല. ആരും മേടിക്കുന്നില്ല. ആരും മേടിക്കില്ല.